ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദിത്വം പത്മകുമാറിന് തന്നെ ആവർത്തിച്ച് ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങൾ. അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തി. സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിട്ടതിൽ ഇടപെടൽ നടത്തിയിട്ടില്ലെന്ന് എൻ വിജയകുമാറും കെ.പി. ശങ്കരദാസും പറഞ്ഞു. മൊഴി SIT വിശദമായി പരിശോധിക്കും. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സിജോ, അന്വേഷണ സംഘം ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണിവർ പറയുന്നത്? ഈ ഉത്തരവാദിത്വമെല്ലാം അത് പത്മകുമാറിന് മാത്രമാണെന്നാണോ? ശബരിമലയിൽ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വം തങ്ങൾക്കില്ല. അത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന് മാത്രമാണ് എന്നുള്ളതാണ് ഈ രണ്ടംഗങ്ങളും മൊഴി നൽകിയിരിക്കുന്നത്. നേരത്തെയും അന്വേഷണത്തിന്റെ ഭാഗമായി ഇവരുടെ മൊഴി എടുത്തിരുന്നു. അതിനുശേഷമാണ് പത്മകുമാറിന്റെ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ പത്മകുമാർ പറയുന്നത് ഇത് ബോർഡ് കൂട്ടായി എടുത്തെടുത്ത തീരുമാനമാണ് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളായിരുന്ന ശങ്കരദാസിനെയും വിജയകുമാറിനെയും വിളിക്കുന്നത്. അവർ രണ്ടുപേരും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ പങ്കില്ല എന്നുള്ളത് തന്നെയാണ്. അത് അദ്ദേഹം ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമാണെന്നുള്ള കാര്യത്തിലേക്ക് പറയുകയും ചെയ്തു. എന്തായാലും ഈ മൊഴി വിശദമായി പരിശോധിച്ച് വരികയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ, റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഇത് ദേവസ്വം ബോർഡിന് ഒരു അപേക്ഷ വരുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം ആദ്യമായി ഇത് കൊണ്ടുവരുന്നത് പത്മകുമാറാണ്. അന്ന് പത്മകുമാർ ഈ രണ്ടുപേരോടും പറയുകയായിരുന്നു, ശങ്കരദാസിനോടും വിജയകുമാറിനോട് പറയുകയായിരുന്നു, ഇത്തരത്തിലൊരു അപേക്ഷ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ അപേക്ഷ നമ്മൾ പരിഗണിച്ചുകൊണ്ട് ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ സ്വർണ്ണപ്പാളികൾ കൊടുത്തു വിടുക എന്നുള്ളത്. അന്ന് ഈ രണ്ടംഗങ്ങൾ എതിർത്തിരുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അതേ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന ഒരു മൊഴി തന്നെയാണ് ഇപ്പോൾ ഇവർ രണ്ടുപേര് ആവർത്തിച്ച് നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതാണ് വസ്തുത എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല. കാരണം ഇവർ നൽകിയിരിക്കുന്ന മൊഴി അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കുകയാണ്. അതിനുശേഷം ഈ രണ്ട് അംഗങ്ങൾക്കും പങ്ക് ഉണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ ഇവരുടെ അറസ്റ്റിലേക്ക് പോകും. പങ്കില്ല എന്നുള്ളതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഇവരെ മാപ്പസാക്ഷിയാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങാൻ വേണ്ടി അന്വേഷണ സംഘം ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്.